ഈശംസിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. എന്നാൽ പലരും വിശ്വസിക്കാത്ത ഒരു വചനവും കൂടിയാണിത്. വചനം ഇതാണ്: പോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്തത്? പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അർജന്റീനയും കാബോ വെർദെ എന്ന ആഫ്രിക്കൻ രാജ്യവുമായി മത്സരം നടക്കുന്നതിന് മുമ്പ് ഒരു ആഫ്രിക്കൻ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന, ഒരു ആഭിചാരം ചെയ്യുന്ന ഒരു മന്ത്രവാദി പറഞ്ഞു, ഈ മത്സരത്തിൽ അർജന്റീന തോറ്റുപോകും, അർജന്റീനയ്ക്കെതിരെ ആഭിചാരം ചെയ്ത് അർജന്റീനയെ ശപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ മത്സരത്തിൽ തോറ്റുപോകുമെന്ന് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അർജന്റീനയും ഈ കാബോ വെർദെ എന്ന രാജ്യവും തമ്മിലുള്ള മത്സരത്തിൽ അർജന്റീനയാണ് ജയിച്ചത്. ഈ ആഭിചാരം ചെയ്യുന്ന വ്യക്തി പറഞ്ഞു അർജന്റീന തോറ്റുപോകും എന്ന് പറഞ്ഞെങ്കിൽ ഈ മത്സരത്തിൽ അർജന്റീന ജയിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഈ 2026 ആഭിചാരം, കൂടോത്രം, കൈവശം ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായപ്പോൾ ഈ സഹോദരിയുടെ മകന് ജോലി മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല. പലയിടത്തും ജോലിക്കായി പോകുമ്പോൾ അവിടെയെല്ലാം ജോലിക്ക് തടസ്സങ്ങളുണ്ടാകുന്നു, പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സഹോദരി പലരോടും ചോദിച്ചപ്പോൾ അവരൊക്കെ ഈ സഹോദരിയോട് പറഞ്ഞു, ഈ മകനെതിരെ ആഭിചാരം ചെയ്തതുകൊണ്ടാണ് ജോലി മേഖലയിൽ ഉയർച്ച ഉണ്ടാകാത്തത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് ഇടപെടും, പരിശുദ്ധാത്മാവ് സഹായിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, ഈ സഹോദരിയുടെ അമ്മായിയമ്മയെ വിളിക്കുന്നത് എടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. എപ്പോഴും ഈ അമ്മായിയമ്മയോട് വഴക്കുണ്ടാക്കും. 10 കൽപ്പനയിലെ 4-ാം പ്രമാണം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പനയ്ക്ക് വിപരീതമായിട്ടാണ് ഈ സഹോദരി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സഹോദരിയോട് പറഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് ഈ തെറ്റ് മനസ്സിലായി. ഈ സഹോദരി കുമ്പസാരത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിച്ചു. ഈ സഹോദരിയുടെ മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊക്കെ പലരും ഇങ്ങനെ ആഭിചാരം ചെയ്തും കൈവശം ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് 10 കൽപ്പനയിൽ ദൈവത്തോടുള്ള 1 മുതൽ 3 വരെയുള്ള ദൈവത്തോടുള്ള ആ കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ? ബാക്കിയുള്ള സഹോദരന്മാരോടുള്ള കൽപ്പന നമ്മുടെ ജീവിതത്തിൽ ലംഘിക്കുന്നുണ്ടോ? ഇത് മനസ്സിലാക്കി അനുതാപത്തോടുകൂടി കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവിക വരപ്രസാദത്തിൽ നിറഞ്ഞ് പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരും. ഈ ലോകത്തുള്ള ഒരു ശക്തിക്കും മാമോദീസായിലൂടെ ത്രിത്വൈക ദൈവം ഉള്ളിൽ വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെയും തകർക്കുവാൻ സാധിക്കുകയില്ല. തകരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവിശ്വാസം കൊണ്ട് മാത്രമാണ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ആഭിചാരം ചെയ്താണ് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞ് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സംഭവിച്ചിരിക്കും. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ കടന്നു വരുമ്പോൾ കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിക്കുക. അത് മാത്രമേ ഇതിനുള്ള പരിഹാരമുള്ളൂ. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.